പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന അർപ്പിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇരുകരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ മേഖലയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. നന്ദി പറയുന്നു യേശുവേ. കർത്താവേ, നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഈ സവിധത്തിലേക്ക് കടന്നു വരാൻ, നിന്റെ മണ്ണിലേക്ക് കടന്നു വരാൻ, നീ തിരഞ്ഞെടുത്തതിലേക്ക് കടന്നു വരാൻ അനുഗ്രഹിച്ചു നന്ദി പറയുന്നു യേശുവേ. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും ദിവ്യകാരുണ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തി ഈശോയെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിനത്തെ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, നിന്റെ കൃപ ഇപ്പോൾ ഒഴുകിയിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ യേശുവേ ഞങ്ങൾ തൊടണമേ. ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ദിവ്യദായക സവിധേ കുമ്പിടും ഞങ്ങളിതാ, ദിവ്യദായക സവിധേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും പ്രിയമുള്ളവരെ, മൗനമായി നമ്മുടെ എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. കൃപാസനതയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ഇവിടെ ശുശ്രൂഷിക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന നിയോഗങ്ങളെയും മരിയനുടമ്പടിയെടുത്ത് നിയോഗം സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലായിരുന്ന പരിശുദ്ധമയുടെ കരം പിടിച്ച് നടക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ മണ്ണിൽ കിടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അവരുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിച്ച് മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്നത്തെ ശുശ്രൂഷകളെയും നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് ഒരിക്കൽ കൂടി ഈ ദിനത്തെ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തരെയും അവരുടെ ഹൃദയങ്ങളിലെ പരിശുദ്ധാത്മാ അഭിഷേകം ഉണ്ടാകാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം ഇവിടെ കടന്ന് ഓരോരുത്തരിലും ഉണ്ടാകാൻ ഈ ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹവും കൃപയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ വചനത്തിൻ്റെ അഭിഷേകം ഒഴുകിയിറങ്ങി നമ്മളെല്ലാവരെയും അഭിഷേകമുള്ളവരാക്കി മാറ്റണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും എല്ലാ മേഖലകളെയും ഈ കൃപാസനം കടന്നു വന്ന് ഇതുവരെ പ്രാർത്ഥന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളെ ഉയർത്തി നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നിമിഷം കടന്നു വരണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അഭിഷേകത്തിന് അഗ്നിയായി ഇറങ്ങി വരണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തിന് അഗ്നി നിറയ്ക്കണമേ. ഈ മണ്ണിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന യേശുവേ ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഉടമ്പടി ആരാധനയിലേക്ക് പോവുകയാണ്.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഈ കണ്ണീരിന്റെ കാലത്ത് നിന്റെ കയ്യില് മുറുകെ പിടിക്കുവാൻ പ്രത്യേകം ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ കൃപകള് എന്നിലേക്ക് ആവഹിക്കാൻ ആവശ്യമായ രീതിയില് ആത്മീയമായി നീ എന്റെ കുടുംബത്തെ ഒരുക്കണമേ. എന്റെ ജീവിതത്തെ നീ പുനഃക്രമീകരിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, എല്ലാം തികഞ്ഞ ആത്മചൈതന്യമേ, യേശുവിനെ അനുഗ്രഹിക്കാൻ, യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ, ആദ്യം യേശുവിനെ സ്വീകരിക്കുവാൻ, നീ കൈവരിച്ച ദൈവിക നിലപാടുകള്, സമീപനങ്ങള്, ആധ്യാത്മിക അനുചര്യ എന്റെ ജീവിതത്തിലെ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളിതാ ദിവ്യനായക സവിധേ കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. Praise the Lord. പ്രിയമുള്ളവരെ, നിങ്ങളെ ഈ ഉടമ്പടി ആരാധനയിലെ അത് ഏത് കാലത്തും ആര് ആരാധനയിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് പുതിയ ആരാധന പോലെ ആൾക്കാർക്ക് രോഗസൗഖ്യവും ആത്മീയ അഭിഷേകവും നടക്കുന്നത് എപ്പോഴും ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ് കേൾക്കാം. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രോഗ്രാം അല്ലെന്നാണ് ഈശോ പറയണത്. ഇതൊരു പ്രോഗ്രാം ആണെങ്കിലേ ആ ഒരു ഓൺ ടൈമിന് മാത്രമേ അതിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകത്തുള്ളൂ. ഇതൊരു മിനിസ്ട്രിയാണ്, ഇതൊരു ശുശ്രൂഷയാണ്. കർത്താവ് വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ വചനം വിശ്ലേഷിച്ച് വിളമ്പിക്കൊടുക്കുന്ന ആ വേദിക്കും കർത്താവ് അതേ അഭിഷേകമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മദർ ബോർഡിൻ്റെ അതേ അഭിഷേകം നിങ്ങൾ ഹാൻഡ്സെറ്റിനും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നെഞ്ചിലെ കൈ പൊത്തിക്കൊണ്ട് ഹൃദയം ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എമ്മാവുസിലെ ശിഷ്യന്മാരെ പോലെ ഞങ്ങളെയും അങ്ങയുടെ വചനം കേൾക്കാനും കേട്ട് ജ്വലിക്കാനും തിരിച്ചു നടക്കാനും കൂട്ടായ്മയിൽ കൂടുവാനും സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ.
എന്റെ വിശ്വാസധാരയിൽ ആ പ്രത്യാശ നീ മാത്രമേ. എന്റെ വിശ്വാസധാരയിൽ ആ പ്രത്യാശ നീ മാത്രമേ. എന്റെ യേശുവേ വരികെന്റെ ചാരി എൻ ഹൃദയം വെണ്മയാക്കിടാം. എന്റെ യേശുവേ വരികെന്റെ ചാരി എൻ ഹൃദയം വെണ്മയാക്കിടാം. ആ പ്രത്യാശധാരയെങ്കിൽ ഒരുമിച്ച് പാടുക. പ്രത്യാശ എന്റെ വിശ്വാസധാരയിൽ ആ പ്രത്യാശ നീ മാത്രമേ. എന്റെ വിശ്വാസധാരയിൽ ആ പ്രത്യാശ നീ മാത്രമേ. എന്റെ യേശുവേ വരികെന്റെ ചാരി എൻ ഹൃദയം വെണ്മയായിടാം. എന്റെ യേശുവേ വരികെന്റെ ചാരി എൻ ഹൃദയം വെണ്മയായിടാം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഭാഷാവരത്തോടെ സ്തുതിക്കട്ടെ. ഭാഷാവരത്തോടെ സ്തുതിക്കട്ടെ. ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ സമൂഹത്തിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിന് ശക്തിയായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവളെ, ഒരു നമ്മളോട് ചോദിക്കേണ്ട ഒരു 10,000 ചോദ്യങ്ങളുണ്ട് അല്ലേ? അതെല്ലാം കൂടി എടുത്ത് ഈശോ ഒറ്റ ചോദ്യമായി ചോദിച്ചിട്ടുണ്ട് ബൈബിളിലെ. നമ്മളോട് ചോദിക്കേണ്ട ഒരു 10,000 ചോദ്യങ്ങൾ, അതെല്ലാം കൂടി എടുത്തിട്ട് ഈശോ ഒറ്റ ചോദ്യമാക്കിയിട്ടുണ്ട്. ആ ഒറ്റ ചോദ്യത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരോട് ചോദിക്കേണ്ട ചോദ്യം എന്താണ്? ഇപ്പോൾ ഒരു 10, 20, 27 വയസ്സായ ആൾക്കാരോട് നമ്മൾ ചോദിക്കും, എന്താ മാരേജൊന്നും ആയില്ലേ എന്ന് ചോദിക്കും അല്ലേ? കല്യാണം ആയില്ലേ ചോദിക്കും. ആയെങ്കിൽ നമ്മൾ അറിയുമല്ലോ അല്ലേ? അടുപ്പമുള്ളവരാരെങ്കിലും വിളിക്കുമല്ലേ കല്യാണത്തിന്? ആയെങ്കിൽ അറിയുമല്ലോ. അപ്പോൾ അവരോട് ചോദിക്കുക, എന്താ കല്യാണമൊന്നും ആയില്ലെന്ന് ചോദിക്കും. ദാറ്റ്സ് ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഒരു ആധ്യാത്മിക ചോദ്യമൊന്നുമല്ല, വളരെ പക്ക ഭൗതികമായ ഒരു ചോദ്യമാണ് അല്ലേ? നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണത്. പിന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്തവരോട് ചോദിക്കും, എന്താ കുട്ടികളൊന്നും ആയില്ലെന്ന് ചോദിക്കും ഇല്ലേ? അത് ഏറ്റവും അടുപ്പമുള്ളവരെ ചോദിക്കത്തുള്ളൂ, അല്ലാതെ വഴിയെ കൊണ്ടൊക്കെ ചോദിക്കുക, വഴിയെ കൊണ്ടൊരു ചോദിക്കുക ഇല്ല. ഏറ്റവും അടുപ്പമുള്ളവരാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ആയില്ലെന്ന് ചോദിക്കും. ചിലർ ചോദിക്കും ജോലിയൊന്നും ആയില്ലേ, ചിലർ ചോദിക്കും വീട് വെച്ചില്ലേ എന്ന് ചോദിക്കും അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ എവിടെയാണ് പഠിക്കണത്? ഇങ്ങനെയെല്ലാം വളരെ ഇൻറ്റിമേറ്റുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. ഇങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും ജീവിതത്തെ നിലനിർത്തുന്ന കുറേ ചോദ്യങ്ങളാണ് നമ്മുടെ ബന്ധുക്കളും ഉറ്റവരും ഉടയവരും നമ്മളോട് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഈശോ ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ? എൻ്റെ ക്ലിയറായ സംഭവം. ആ ചോദ്യത്തിലെല്ലാം ഉണ്ട്.
അതായത് അവർ രാത്രി മുഴുവൻ പണിപ്പെട്ടിരിക്കുകയാണ് ഇല്ലേ? നമ്മുടെ ഈ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ആ ചോദ്യമുള്ളത്. ഞാൻ ഓർത്തത് മീനിൻ്റെ കാര്യം മാത്രമാണ് ഇതെന്നും പറഞ്ഞാണ് ഞാൻ ഇത്രയും നാളൊക്കെ ജീവിച്ചത്. പക്ഷെ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാ പറഞ്ഞു, വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. ജീസസ് ഈസ് മോർ കൺസേൺഡ് അബൌട്ട് ദ ബേസിക് നീഡ്സ് ഓഫ് ദി എൻറ്റയർ വേൾഡ്. ഈശോ അതിനുവേണ്ടി അയക്കപ്പെട്ടവനാണ്. എന്താണ്? എക്കാലങ്ങളിലുമുള്ള എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് ജീസസ് മോർ കൺസേൺഡ് അബൌട്ട് ദാറ്റ്. അതുകൊണ്ട് നിന്റെ ക്ഷേമം, നിന്നോടുള്ള കരുതലായി അവൻ്റെ ഹൃദയത്തിലുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. മാത്രമേ ഞങ്ങൾക്കു സർദിപ്പാട് സന്തോഷത്തോടെ. പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നു സർവം. ഒരുമിച്ച് അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നു സർവം. നമ്മൾ ഈ ആരാധനയുടെ ഇങ്ങനെ ഉന്മാദിച്ച് ആഘോഷിച്ച് അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിനോടൊരു ആത്മബന്ധം ഉണ്ടാകണം. അല്ല നിങ്ങളിങ്ങനെ കല്ലേറൽ പോലെ ഇരിക്കരുത്. അതായത് കർത്താവിന് ഈ സമയത്ത് ഇവിടെ ആയിരിക്കണ സമയത്ത് തന്നെ അമേരിക്കയിലും ആഫ്രിക്കയിലും പാകിസ്ഥാനിലും ആയിരിക്കണം, അല്ലേ? അതുകൊണ്ടാണ് അവൻ അപ്പത്തിൻ്റെ രൂപം സ്വീകരിച്ചത്. അത് അപ്പമല്ല, അത് കർത്താവാണ്. കൈയടിച്ച് കർത്താവിനെ കൈയടിച്ചുകൊണ്ട് ഒരുമിച്ച് പാടുക. തേജസ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ ഏറ്റവും വലിയ ആരാധന സമൂഹം അഭിഷേകത്തിന് അവകാശിയാണ്. പക്ഷേ അഭിഷേക അവകാശം നേടുന്നത് ഒരു ആത്മജ്ഞാനത്തിലൂടെയാണ്. എന്താണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്? നിൻ്റെ ഭർത്താവിനേക്കാൾ ഈശോ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നിൻ്റെ അപ്പായേക്കാളും നിൻ്റെ അമ്മയെക്കാളും നിൻ്റെ ഭാര്യയെക്കാളും നിൻ്റെ ഭർത്താവിനേക്കാളും ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഒന്ന് പറഞ്ഞേ, കൈ നെഞ്ചത്ത് വെച്ച് പറഞ്ഞേ, എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ ഞാൻ ഏറ്റവും കരുതുന്ന എൻ്റെ ഫ്രണ്ടിനേക്കാളും എൻ്റെ കൂടപ്പിറപ്പിനേക്കാളും എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവേ, അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ എൻ്റെ അന്തരംഗങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. എൻ്റെ അന്ധകരണങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. അധികമായി സ്നേഹിക്കുന്ന നന്ദി പറയുന്നു.
വലിയതാണെനിക്ക് എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം, ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ അവർ ക്യാൻസറിൻ്റെ സ്ഥലത്ത് കൈവെക്കുക. കർത്താവ് നിന്നെ ഇപ്പോൾ സ്പർശിക്കും. നിനക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനാണ് അവൻ. അവരുടെ ബോധം നിന്നെ നയിക്കണം. അതാണ് അഭിഷേകത്തിൻ്റെ ആധാരം. കിഡ്നി രോഗികൾ നടുവിൽ കൈവെക്കുക, കിഡ്നിയിൽ കൈവെക്കുക. നിൻ്റെ ക്രിയാറ്റിൻ നോർമലാകാൻ ഈശോ ആശീർവദിക്കുന്ന സമയമാണ്. ഉദരത്തിൽ സിസ്റ്റുള്ളവർ, PCOD-ക്കാർ, ഗർഭാശയത്തിൽ കുരുക്കളുള്ളവർ, ഫെല്ലോപ്യൻ ട്യൂബിൽ ബ്ലോക്കുള്ളവർ, ട്യൂബിൽ ഗർഭം ധരിച്ചിട്ട് ട്യൂബ് എടുത്ത് കളഞ്ഞവർ, ബാക്കി അവശേഷിക്കുന്നൊരു ട്യൂബ് കൊണ്ട് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ വേണ്ടി കണ്ണീരിട്ട് പ്രാർത്ഥിക്കുന്നവർ, വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ മക്കൾ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഇപ്പോഴാണെല്ലാം എവിടെയെല്ലാം വയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ, വാസ്തവത്തിലും ഓൺലൈനിലും പ്രാർത്ഥിക്കുന്നവരെ കർത്താവേ ഈശോ നിന്റെ തിരുമുറിവാർന്ന ആണിപ്പെടുതാറുന്ന അത്ഭുത കരത്താൽ ഈശോയെ അവരെ സ്പർശിക്കണമേ. അടിപ്പിടർ പോലെ, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ആരാധന പ്രസരിക്കട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ജീവനേക്കാൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പാടുക. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ആരാധന, 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 ആരാധന. എൻ്റെ മക്കളെ, കസേരകളിൽ നട്ടലിൻ്റെ കസേരയിൽ അടർന്നവര്, തിരിഞ്ഞിരിക്കുന്നവര്, നടുവല് വളഞ്ഞിരിക്കുന്നവര്, നെഞ്ചു തൊട്ട് കഴുത്ത് തൊട്ട് മൂടല് വരെ വല്ലാത്ത മിന്നിപ്പിടുത്തം വേദനയുള്ളവര്, നീറിറക്കം മാറാത്തവര്, പതകിൽ നീരോടിക്കേറുന്നവര്, ഭുജങ്ങളിൽ നീര് വീഴുന്നവരെല്ലാം കുഞ്ചിക്ക് പിൻകഴുത്തിന് കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുടിവേറ്റവനെ, ഞങ്ങൾക്ക് മുൾക്കിടം ചൂടിയവനെ, കർത്താവെ, അടിപ്പട പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഇറങ്ങട്ടെ. I command you in the name of Jesus Christ to be healed. യേശുവേ നന്ദി, ഹല്ലേലൂയ. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ആരാധന, 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 ഈശോ, ആരാധന, ആരാധന,
വരാത്തവരെ ഈ മോതിര വിരലിലെ പിടിച്ച് കർത്താവിനത് ഏൽപ്പിക്കണം. കല്യാണം ഒത്തുവരാത്തവര്, ഇപ്പൊ കല്യാണത്തിന് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവര്, ഭാര്യയും ഭർത്താവും വർഷങ്ങളായിട്ട് അകന്നിരിക്കുന്നവര്, അന്യരാജ്യം രണ്ടുപേരും 2 രാജ്യങ്ങളിലായിരിക്കുന്നവര്, എപ്പോഴും സംസാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുന്നവർ, ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നവർ, സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നവർ, ഇപ്പോൾ കോടതി കേസുള്ളവർ ഒക്കെ ഈ മോതിര വിരലിൽ പിടിച്ചിട്ട് ഒരു കാലത്ത് കർത്താവ് നിന്നെ സാക്ഷിയാക്കിയാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് ഈ ബന്ധം, ഈ ഉടമ്പടി ചെയ്തത്. ഈ ഉടമ്പടി വിരലാണിത്. എൻ്റെ മോതിര വിരല് ഉടമ്പടി വിരല. ഈ ഉടമ്പടി വിരല് കർത്താവ് ഞാൻ നിനക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അന്ന് നീ എനിക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, അൾത്താറയിൽ വെച്ച് എന്നിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ കാലങ്ങൾ ഏതെങ്കിലും കാലത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒക്കെ ഞങ്ങൾ അകലുകയും ചെയ്തു, പിരിയുകയും ചെയ്തു. കർത്താവെ, ഇപ്പോഴുള്ള അവസ്ഥയിൽ കർത്താവെ വരപ്രസാദം നഷ്ടപ്പെടാതെ ജീവിക്കാൻ അങ്ങയുടെ തിരുമനസ്സാണെങ്കിൽ ഞങ്ങൾ ഐക്യപ്പെടുത്തണം. അല്ലെങ്കിൽ പാപമില്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ജീവിത സാഹചര്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഓപ്പറേഷനുള്ളവര് കർത്താവ് കാണിച്ചു തരുന്നതാണ് കേട്ടോ പ്രാർത്ഥനയായി മാറണത്. ഇപ്പോഴും കർത്താവ് ഒരു കത്രികയാണ് കാണിച്ചു തരുന്നത്. ദാറ്റ് മീൻസ് ഒരു ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുക. ഓർക്കുക, ഈ ധ്യാനം എക്കാലങ്ങളിൽ നിങ്ങൾ കൂടുന്നുവോ അപ്പോഴെല്ലാം ഈ ഉള്ള ആൾക്കാർക്ക്, ഇത്തരം ആൾക്കാർക്ക്, ആ കാലങ്ങളിൽ ഓപ്പറേഷനിൽ വഴിക്ക് പോകുന്ന ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും തുണയായി മാറും, കർത്താവിൻ്റെ കരുതലായി മാറും. ഇപ്പം പ്രസവത്തിൻ്റെ സിസേറിയനായാലും ശരി, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അവയവങ്ങളുടെ ഏതെങ്കിലും ഓപ്പറേഷൻ ആയാലും ശരി, എല്ലാ ഓപ്പറേഷനിലും കർത്താവ് പരിശുദ്ധ അമ്മ തിയേറ്ററിൽ വരുവാനും നിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടറിനെ കർത്താവ് അഭിഷേകം ചെയ്യാനും അവിടെ എല്ലാം ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റുകൾ കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും വേണ്ടി നീ എന്ത് അവസ്ഥയിലാണോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിച്ചത്, അതിൻ്റെ പോസ്റ്റ് ഓപ്പറേഷൻ പീരീഡിലെ നീ അതിനേക്കാൾ പവർഫുള്ളായിട്ട് സർവശക്തിയോടുകൂടി നിന്റെ ജീവിത ദൗത്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്ന എല്ലാവരെയും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം എപ്പോഴെല്ലാം, എവിടെയെല്ലാം, ആരെല്ലാം എപ്പോഴെല്ലാം കൂടുന്നുവോ കാലങ്ങളിലെല്ലാം നടക്കുന്ന മുഴുവൻ ഓപ്പറേഷൻ തിയേറ്ററുകളെ, ആ വ്യക്തികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഐസിയുവിലായിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, വെന്റിലേറ്ററിൽ ആയിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അതിൻ്റെ ഉറ്റവരെ ബൈസ്റ്റാൻഡേഴ്സിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഒരു മറുപടി കിട്ടാതെ എല്ലാം ഇങ്ങനെ മെഷീനിലേക്ക് നോക്കിക്കൊണ്ട് വേദനിച്ച് കവണ്ട് നോർമലായോ എന്ന് വിചാരിച്ചുകൊണ്ട് വേദനിച്ചിരിക്കുന്ന ബന്ധുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അത് അവരെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ കാറ്റ് വീശിയടിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മായ കാറ്റ് വീശിയടിക്കട്ടെ. കർത്താവേ റൂഹ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് ജീവൻ നൽകിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിവിശേഷം ജീവൻ സമർത്ഥമായി നൽകുന്ന യേശു ക്രിസ്തുവിന്റെ പരിപാലനം നിന്നെ അഭിഷേകം ചെയ്യട്ടെ. യേശുവേ
ആരാധന. ഹല്ലേലൂയ. എനിക്ക് എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 മക്കളെ, ഉള്ളംകാലിൽ പിടിക്കണം, തള്ളവിരലിൽ നിന്ന് പിടിക്കണം, കാലിൻ്റെ തള്ളവിരലിൽ പിടിക്കണം. പിന്നെ ഒരു കൈ കൊണ്ട്, ഇടത് കൈ കൊണ്ട് കാലിൻ്റെ ഒരു തള്ളവിരലിൽ പിടിക്കണം. വലത് കൈ നിൻ്റെ ഉച്ചിയിൽ വെക്കണം. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ നിൻ്റെ അവയവങ്ങളിലുള്ള കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കയറി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിൻ്റെ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങളും അതിൻ്റെ മൂലകാരണങ്ങളും കർത്താവെ മക്കൾ ഉള്ളംകാല് മുതൽ ഉച്ചി വരെ നിനക്ക് സമർപ്പിക്കണം ഈശോയെ. അതിൽ യൂട്രസ് ഉണ്ട്, മൂത്രാശയങ്ങളുണ്ട്, ഗർഭാശയങ്ങളുണ്ട്, നടുവിലുണ്ട്, ഇടുപ്പിലുണ്ട്. കർത്താവെ ഏതെല്ലാം ഞരമ്പുകൾ ബ്ലോക്കായുള്ള ഞരമ്പുകളുണ്ട് ഈശോയെ. അതുപോലെ തന്നെ കർത്താവ് പല മക്കൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. ശ്വാസകോശ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ ഈശോ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. പങ്ക്രിയാസ് രോഗങ്ങൾ കർത്താവെ, കുടലിൻ്റെ കുരുക്കൾ കർത്താവെ, അൾസർ പോലെയുള്ള രോഗങ്ങൾ, RSS പോലെയുള്ള രോഗങ്ങൾ ഈശോയെ. തൊണ്ടയുടെ ക്യാൻസർ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, സ്പോണ്ടിലോസിസിൻ്റെ രോഗങ്ങൾ ഈശോയെ. കർത്താവ്, എൻസെഫാലോയുടെ ഡിസീസുകളെല്ലാം കർത്താവെ, ഇതുപോലെ മുഴുവൻ രോഗങ്ങൾ ഈശോ വിശുദ്ധ രക്തം, അവൻ്റെ വിശുദ്ധമായ രക്തത്താലാണ് നമ്മൾ വീണ്ടെടുത്തത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവെ. ആ വിശുദ്ധമായ രക്തം കർത്താവെ ഉള്ളംകാല് മുതൽ എല്ലാ കാലഘട്ടത്തിലേക്കാളും ഏറ്റവും വലിയ ഔഷധമായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം ആത്മാവിനെപ്പോലും കഴുകി വിശുദ്ധീകരിച്ച കർത്താവിൻ്റെ രക്തത്താൽ കർത്താവെ രോഗികളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, സംസാരിക്കാൻ നിവൃത്തിയില്ലാത്ത കർത്താവെ, ഗർഭമില്ലാത്ത മക്കൾ കർത്താവ്, ഗർഭിണിയാകാൻ പറ്റാത്ത മാനസികാവസ്ഥകളുള്ളവർ, ശാരീരിക അവസ്ഥയുള്ളവർ കർത്താവെ, അവരെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം കർത്താവ് ഉള്ളംകാലം ഉച്ചവരെ കർത്താവെ സ്പർശിക്കട്ടെ എന്ന് മക്കളെ സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 36 കൊല്ലം അർപ്പിച്ച കുർബാനയുടെ ശക്തിയായ കൃപാസനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Grant you the name of Jesus Christ, you be healed. ഹല്ലേലൂയ ഹല്ലേലൂയ. Sign with the sign of cross, so that you will again suffering from the same disease. Thank you, Jesus. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. സന്തോഷത്തോടെ പാടുക. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന. ആരാധന 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 ആരാധന
യാത്രയ്ക്കുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരീക്ഷയ്ക്കുള്ളവരെ, ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പോകുന്നവരെ, യാത്ര ചെയ്യാൻ പോകുന്നവരെ, വിദേശ യാത്ര, വിദൂര യാത്ര, അതുപോലെ തന്നെ പലതരത്തിലുള്ള കോടതി കേസുകൾ, തർക്കങ്ങൾ, സമരിയാകുന്ന ചർച്ചാ സമ്മേളനങ്ങൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാഗോടമ്പടി നടക്കാത്തവരെ, അതിൽ തർക്കപുരിടമുള്ളവർ, സ്ഥലം വിറ്റ് മാറ്റാൻ പറ്റാത്തവർ, സ്ഥലം വാങ്ങിക്കാൻ പറ്റാത്തവർ, വീട് വെക്കാൻ പറ്റാത്തവർ, വാടക താമസിക്കുന്നവർ, ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിക്കുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റ് എഴുതിയതിനു ശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായി പോയവർ, വിദേശ രാജ്യങ്ങളിലെ പഠനം പൂർത്തിയാക്കാതെ പോരേണ്ടി വന്നവർ, തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയിൽ പണമില്ലാതെ വിഷമിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ പഠനങ്ങൾക്ക് കർത്താവെ ഓഫർ ലെറ്റർ വന്നു, അതേസമയം തന്നെ വിസ വരാത്തവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഈ ആഴ്ചയിലെ ഇൻ്റർവ്യൂവും ടെസ്റ്റും വ്യത്യസ്തമായ പ്രധാനപ്പെട്ട ഡേറ്റുകളുള്ളവർ, ഇന്ന ഡേറ്റുകൾ സമയമുള്ളവർ, ആ സമയത്ത് കർത്താവ് പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ ജീവിതം കുരുങ്ങിപ്പോകുന്നവരെല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ശക്തി പ്രകടമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ ജീവനെ കാണും നീ വലിയതാണ്. ആരാധന, 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 ആരാധന. എൻ ജീവനേക്കാൾ ഒരുമിച്ച് പാടുക. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ഒരിക്കൽ കൂടി എൻ ജീവനേക്കാൾ, എൻ ജീവനെ